ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പം എന്താണ്ട് സൂര്യൻ ഉദിച്ച് നിൽക്കുകയാണ്. ദേണ്ട ഇപ്പോൾ ഒരു അമ്മച്ചി മിറ്റ അടിക്കാൻ വരും കേട്ടോ. ഇത് 2021 ഡിസംബർ 30 ഞാൻ അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസാണ്. ഇപ്പോൾ ഈ വീഡിയോസ് ഒന്നും എൻ്റെ ചാനലിലില്ല, ബിക്കോസ് ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഒരു 1.5 വർഷത്തോളം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തു, പിന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇതിൻ്റെ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, പണ്ടത്തെ ആൾക്കാർ ഈ ചട്ടയും മുണ്ടും ഒക്കെ എടുത്ത്, എൻ്റെ അമ്മയുടെ കാലഘട്ടത്തിലൊക്കെ പണ്ടൊക്കെ ആൾക്കാർ എപ്പോഴും ചട്ടയും മുണ്ടുമാണ് അവരുടെ വസ്ത്രം. അവർക്ക് വേറെ ഒരു കളർഫുള്ളായിട്ടുള്ള വസ്ത്രമോ അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോഴത്തെ പോലെ ഫാഷൻ ട്രെൻഡ് ഒന്നുമില്ല. ചട്ടയും മുണ്ടും ഇങ്ങനെ ഉടുത്ത് ആണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സ്കൂളിൽ പോകുന്നതും എല്ലായിടത്തും ഈ ചട്ടയും മുണ്ടുമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു കാലത്തിലോട്ട് തിരിച്ചു പോയാലോ എന്നോർത്താണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. പിന്നെ ആദ്യമേ ചെന്ന് മിറ്റൊക്കെ അടിച്ചു. മിറ്റൊക്കെ അടിക്കുമ്പോൾ ശ്രദ്ധിച്ചോ എന്നറിയത്തില്ല, എൻ്റെ കാലിൽ ചെരുപ്പിടാതെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തത്. പിന്നെ ലാസ്റ്റത്ത് ഒരു എങ്ങോട്ട് പോകുമ്പോഴത്തേനും ഒരു നിവൃത്തിയില്ലാന്നിട്ട് ഞാൻ ചെരുപ്പിടുന്നുണ്ട്. ലാസ്റ്റ് ആടിനെ എങ്ങാണ്ട് അഴിക്കാൻ പോകുമ്പോഴത്തേനും കേട്ടോ. അപ്പോൾ ഞാൻ മിറ്റൊക്കെ അടിച്ചിട്ട് കയറി വന്നിട്ട് നമ്മൾ കാപ്പി ഇടുന്നുണ്ട്, കട്ടൻ കാപ്പി. അത് കട്ടൻ കാപ്പി ഒഴിക്കുന്നത് കോപ്പ പാത്രത്തിലാണ്. ഇതെല്ലാം ഞാൻ മേടിച്ചോട്ടെ. ഈ കോപ്പ പാത്രം, ഈ ചുമന്ന പാത്രമൊക്കെ മേടിച്ചാണ്. ബാക്കി കറുപ്പ് കളറുള്ള പാത്രമെല്ലാം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ പാത്രങ്ങളൊക്കെ മേടിച്ചതാണ്. അതുപോലെ തന്നെ ആ ബാക്ക്ഗ്രൗണ്ട് കാണുന്നുണ്ടല്ലോ, ബാക്ക്ഗ്രൗണ്ട് കാണുന്നത് എൻ്റെ വീടിൻ്റെ പുറയിലത്തെ ഭിത്തി കുറച്ച് തേക്കാനുണ്ടായിരുന്നു കേട്ടോ. തേക്കാതെ ഉണ്ടായിരുന്നു, സിമെൻറ്റ് വെച്ച് തേച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ മണ്ണ് കുഴച്ചിട്ട് ഞാനും അമ്മയും കൂടി അവിടെ മുഴുവൻ ഡിസൈൻ ചെയ്തു, അതായത് തേച്ച് വെച്ചു. അതുപോലെ തന്നെ മറ്റേ ഓലകൾ, ബാക്കിയെല്ലാം കെട്ടിയിരിക്കുന്ന ഓലകളാണ്, പനയോലകൾ. അതായത് എൻ്റെ വീടിൻ്റെ താഴത്തെ പറമ്പിൽ കുറേ പനയോലകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം ഞാൻ വെട്ടിയെടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ തന്നെ കേട്ടോ ഇതെല്ലാം ചെയ്തു. താഴെ നിന്ന് വലിച്ച് മുകളിൽ കൊണ്ടുവന്ന്, എനിക്ക് തോന്നുന്നു അമ്മയെ സഹായിച്ചെന്ന് തോന്നുന്നു. വെല്ലുമിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. എന്നിട്ട് ഒരു ആണുങ്ങളുടെ ആരുടെയും സഹായം ഇല്ലാതെ ഞാൻ തന്നെ ഇങ്ങനെ ഈ പനയോലയെല്ലാം ഇങ്ങനെ കീറി. പക്ഷെ വെല്ലുമിച്ച് പറഞ്ഞു തന്നു കേട്ടോ. കാരണം പണ്ടത്തെ ആൾക്കാർ ഇങ്ങനെ ഈ വീടൊക്കെ മേയാനായിട്ടൊക്കെ ഇങ്ങനത്തെ ഓലകളൊക്കെ ഉപയോഗിച്ചിരുന്നെന്ന് വെല്ലുമിച്ച് പറഞ്ഞു. അതൊക്കെ അവിടെ ആ സമയത്ത് അവർ ഭയങ്കര ആഘോഷമായിരുന്നു എന്ന് പറയുന്നത് കേട്ട്. കാരണം ഈ ഓല മേയുന്ന സമയത്ത് എന്നാ കുടുംബക്കാരും റിലേറ്റീവ്സും എല്ലാം വന്ന് ഭയങ്കര ഫുഡ് ഉണ്ടാക്കുന്നു. പിന്നെ അവരുടെ ഒരു ആഘോഷമായിരുന്നു ഇങ്ങനെ ഓല മേയുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഞാനും ചെറുതായിട്ടൊരു ആഘോഷമൊക്കെ നടത്തി ഓല ഇങ്ങോട്ടും മേഞ്ഞു. പിന്നെ കെട്ടുന്ന കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും വെല്ലുമിച്ച് പറഞ്ഞു തന്നു കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട്. പിന്നെ ഇല്ലിയുടെയാണ് ആ ഒരു കമ്പ്, അതെൻ്റെ വീടിൻ്റെ പുറകിൽ ഇല്ലുണ്ട്. അപ്പം ഇല്ലിയുടെ കമ്പ് ഞാൻ മുറിച്ചെടുത്തിട്ട് ആ ഒരു വേലിയൊക്കെ കെട്ടി, പിന്നെ അതിൻ്റെ അകത്ത് പനയോല കെട്ടി മറച്ചു കേട്ടോ. മറിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കി. പിന്നെ അടുപ്പും നമ്മൾ ഉണ്ടാക്കിയതാണ്, ചാണകം മെഴുകിയിട്ടുണ്ട് അടുപ്പിൽ. അതിൽ എന്നെ അമ്മയാണ് സഹായിച്ചത്. അങ്ങനെ അതും ക്രിയേറ്റ് ചെയ്തു. പിന്നെ പാത്രങ്ങൾ കുറേ മേടിച്ചു പാത്രങ്ങൾ. പിന്നെ കുറച്ച് വീട്ടിലുണ്ടായിരുന്നത് യൂസ് ചെയ്തു. പിന്നെ ഈ കൊരണ്ടിയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വീട്ടിലുണ്ടായിരുന്നു. അപ്പം ഞാൻ കാപ്പി ഉണ്ടാക്കി കഞ്ഞി വെച്ചു. ഇനിയിപ്പോൾ തോരൻ വെക്കാനായിട്ട് ദേണ്ട ഒരു ആടിൻ്റെ തല. ആ ആടൊക്കെ ഇപ്പോൾ എവിടെയാണോ, ആടൊന്നും ജീവിച്ചിരിപ്പില്ല കേട്ടോ. എന്നാലും പിന്നെ നമ്മുടെ കപ്പളങ്ങ പറിച്ച് കപ്പളങ്ങ തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കപ്പളങ്ങ തോരൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് അടുത്ത് എന്തെങ്കിലും ഒരു കറി വേണമല്ലോ. കപ്പളങ്ങ തോരനും ചോറും മാത്രം പറ്റത്തില്ലല്ലോ. പിന്നെ അടുക്കളയിൽ പോയി അമ്മ കറി വെക്കാൻ വെച്ചിരുന്ന ബീഫ് എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ ഞാൻ ബീഫ് റോസ്റ്റോ സംതിങ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതേ അപ്പം നമ്മുടെ കപ്പളങ്ങയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതൊക്കെ കാണുമ്പം പണ്ടത്തെ ന്യൂസ്റ്റൊക്കെ ഫീൽ ചെയ്യുന്നു കേട്ടോ. ആ സമയത്ത് ഞാൻ ഇത്രയും എഫോർട്ട് എടുത്ത് ഇത് ചെയ്തല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ ഒരു സന്തോഷം. പക്ഷെ അത്രയ്ക്ക് എനിക്ക് ആഗ്രഹമായിരുന്നു ഇങ്ങനെ യൂട്യൂബ് ചാനലിൽ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യണം. അങ്ങനെയൊക്കെ ഭയങ്കര ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സമയത്ത് എൻ്റെ ലിഗമെൻറ്റ് ഇഞ്ചേർഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ലിഗമെൻറ്റ് മുറിഞ്ഞിരിക്കുമായിരുന്നു. അപ്പം പിന്നെ ഈ വീഡിയോസൊക്കെ എടുത്ത് പകുതി ആയപ്പോൾ തന്നെ ഒട്ടും വയ്യാതെ ആയപ്പം ഞാൻ പോയി ഓപ്പറേഷൻ ചെയ്യാൻ പോയി. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ റെസ്റ്റും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ എനിക്ക് ഈ വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ശ്രദ്ധിച്ചു നിർത്തണം, അരി കഴുകിയിടുന്നതും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മൺപാത്രങ്ങളിലാണ്. സ്റ്റീല്, അലുമിനിയം ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ മിക്സ് ചെയ്യില്ല, ഒരു കാര്യങ്ങളും ഇല്ല. എല്ലാം ഭയങ്കര പ്രകൃതിയായിട്ട് ഇണങ്ങിയാണ് ഇതിനകത്ത് എല്ലാം ചെയ്യുന്നത്. പണ്ടത്തെ ആൾക്കാർ അങ്ങനെയാണ്. ഇപ്പോഴല്ലേ നമുക്ക് എല്ലാ കാര്യങ്ങളും റെഡി ആയിക്കൊണ്ടിരുന്നത്. അതുപോലെ അപ്പം തന്നെ നമുക്ക് രോഗവും കൂടുന്നുണ്ട്. പണ്ട് ഇത്രയും രോഗങ്ങളൊന്നും ഇല്ലായിരുന്നെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം വെല്ലുമിച്ചയൊക്കെ ഇപ്പോഴാണ് വയ്യെന്നൊക്കെ പറയുന്നത്. വെല്ലുമിച്ചയൊക്കെ അധികം രോഗമൊന്നുമില്ല. എൻ്റെ പപ്പായുടെ അമ്മയുടെ അമ്മ ആ വെല്ലുമിച്ചി ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. മരിക്കുന്നയിടം വരെ ഒരു ഗുളിക പോലും വെല്ലുമിച്ചി കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതായത് പഴയ മണ്ണെന്നൊക്കെ പറയത്തില്ല അങ്ങനെ. അപ്പം നമ്മുടെ
തോരനുള്ള കാര്യങ്ങൾ റെഡിയാക്കുകയാണ്. ഇതിനിടയ്ക്ക് നമ്മൾ കഞ്ഞി വെന്തപ്പം കഞ്ഞി വാർക്കാനുള്ള പരിപാടിയാണ്. കഞ്ഞി വാർക്കുന്നത് മൺപാത്രത്തിൽ. ആക്ച്വലി ഈ ചട്ടയും മുണ്ടും എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ കേട്ടോ. ആ വല്യമ്മച്ചി ഇപ്പം ജീവിച്ചിരിപ്പില്ല. ആ വല്യമ്മച്ചി ജീവിച്ചിരുന്ന സമയത്ത്, വയ്യാണ്ടിരുന്ന സമയത്ത്, ഇപ്പോഴത്തെ അമ്മച്ചിമാരൊക്കെ നൈറ്റിയിലോട്ട് മാറുമല്ലോ, ചട്ടയും മുണ്ടുമൊക്കെ മാറ്റിയിട്ട്. അപ്പോൾ വല്യമ്മച്ചിയുടെ പെട്ടിക്കകത്ത് ചട്ടയും മുണ്ടുമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വല്യമ്മച്ചിയുടെ മക്കളോട് ചോദിച്ചപ്പോഴത്തേനും എനിക്ക് വല്യമ്മച്ചിയുടെ മക്കളാണ് ഈ ചട്ടയും മുണ്ടും എല്ലാം എടുത്തു തന്നത്. അവരൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ എനിക്കിങ്ങനെ വീഡിയോസൊക്കെ ഇടാനായിട്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ വീട്ടിൽ ചട്ടയും മുണ്ടും മേടിച്ചുകൊണ്ട് വന്നിട്ട് അതൊക്കെ ഷേപ്പ് ചെയ്ത് കൊടുത്തു. എനിക്ക് ഉടുക്കാൻ സഹായിച്ചത് എൻ്റെ അമ്മയുടെ അമ്മയും പപ്പാടെ അമ്മയും കേട്ടോ. ഇവർ രണ്ടും കൂടിയാണ് ഏകദേശം ചട്ടയും മുണ്ടിൻ്റെയും കാര്യങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു തന്നത്, ഉടുക്കാൻ സഹായിച്ചതൊക്കെ എല്ലാം കേട്ടോ. ഇപ്പം അവർക്ക് രണ്ടുപേർക്കും വയ്യാതിരിക്കുകയാണ്. ഈ പണ്ടൊക്കെ ഭയങ്കര ജില്ലയായിട്ട് ഓടി എന്നെ പുറകെ നടന്ന് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നുകൊണ്ടിരുന്നതാണ്. അപ്പം നമ്മുടെ തോരൻകറി ഏകദേശം അടുപ്പത്തായിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഉപ്പ് ഒഴിക്കുകയാണ് കേട്ടോ. ഉപ്പ് കല്ലാണ്, ഉപ്പ് കല്ല് വെള്ളത്തിനകത്ത് ഇട്ടിട്ട് നമ്മൾ ഇട്ട് വച്ചേക്കുവാണ്. അത് ഒഴിക്കുകയാണ്. ഇപ്പോൾ ആണെങ്കിൽ ഉപ്പ് പൊടിയാണ് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നത് അല്ലേ. പക്ഷേ പണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും ഉപ്പ് കല്ലായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം പിന്നെ നമ്മുടെ അടുപ്പത്ത് തീ ഉഷാറായിട്ട് കത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തോരൻ ഏകദേശം റെഡിയായെന്ന് തോന്നുന്നു. അതിൻ്റെ എന്തൊരു ഞാൻ സീരിയസ് ആയിട്ടാണല്ലേ കുക്ക് ചെയ്യുന്നത്. ഇത് ഇപ്പം ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ചിരി കേട്ടോ. അന്ന് ഭയങ്കര കഷ്ടപ്പെട്ടാണ് വീഡിയോ എടുത്തത്. പുറകിലാണെങ്കിൽ ചോറൊക്കെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ആ കൂജ അതൊക്കെ ഇപ്പം എവിടെയാണെന്ന് പോലും അറിയത്തില്ല, സംഭവമില്ല. നല്ല ടേസ്റ്റാണ്. ഇത് നമ്മുടെ തോരൻ, അടുപ്പത്തുണ്ടാക്കിയ തോരൻ റെഡി ആയി കേട്ടോ. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ബീഫാണ് കേട്ടോ. അടുപ്പത്തുനിന്ന് അമ്മയെ പറ്റിച്ച് ഞാൻ ബീഫ് എടുത്തുകൊണ്ട് പോകുന്നതാണ്. പിന്നെ ബീഫ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ മല്ലി, മുളക്, അതുപോലെ ആ കാര്യങ്ങളെല്ലാം ഓട്ടിലിട്ട് വറുത്തെടുക്കുക എന്ന് പറയുന്നു. അതായത് വെറുതെ ഒരു പാത്രത്തിലിട്ടിട്ട് എണ്ണയൊന്നും ഇടാതെ വറുത്തെടുത്തിട്ട് പിന്നെ അത് കല്ലേ വെച്ച് അരയ്ക്കും. മഞ്ഞപ്പൊടി ഒന്നും അല്ല കേട്ടോ, കറക്റ്റ് മഞ്ഞൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വല്യമ്മച്ചിമാരെന്ന് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചു. മഞ്ഞളൊക്കെ കല്ലേൽ അരപ്പിച്ച് ഇതെല്ലാം ചെയ്തു. ആരും അരച്ച് തന്നില്ല കേട്ടോ, ഞാൻ തന്നെ അരയ്ക്കേണ്ടി വന്നു. എന്നിട്ട് ആ സമയത്ത് ആരൊക്കെയോ ആ വീഡിയോ കണ്ടിട്ട് എൻ്റെ കുടുംബത്തിലുള്ളവരാണോ ആരൊക്കെയോ എന്നോട് വിളിച്ചു ചോദിച്ചു, സത്യം പറയടി നീ തന്നെയാണോ ഇത് കല്ലേൽ അരയ്ക്കുന്നതെന്ന് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ പാദസരം ഇട്ടതിനും എന്നോട് പറഞ്ഞു, നീ പാദസരം എന്തിനാണ് ഇതിട്ടേക്കുന്നത്, സ്വർണ്ണപ്പാദസരം ഇടരുതായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ കുറേ ആൻറ്റിമാരൊക്കെ എന്നെ ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ കമൻറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അന്ന്. പക്ഷെ ഇതൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ആ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല കേട്ടോ. ഇപ്പോൾ സത്യത്തിൽ മിസ്സിങ് ആ വീഡിയോസ് അങ്ങ് ഇടായിരുന്നു എന്ന് ഓർത്തു. പക്ഷെ വയ്യാതെ ആയിപ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടേനെ. അതേ നമ്മുടെ കല്ലിൽ ഇതെല്ലാം അരയ്ക്കാൻ തുടങ്ങി കേട്ടോ. കണ്ടോ, ആദ്യമേ തന്നെ മഞ്ഞൾ അരയ്ക്കുന്നു, പിന്നെയാണ് കറക്റ്റ് പച്ചമഞ്ഞൾ അരയ്ക്കുന്നു, പിന്നെയാണ് ബാക്കിയെല്ലാം അരച്ചെടുക്കുന്നത്. മല്ലി, മുളക്, പിന്നെ നമ്മുടെ ഈ ഗ്രാമ്പൂ, പട്ട, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, മസാലകളെല്ലാം കല്ലിൽ അരയ്ക്കുക കേട്ടോ. കല്ലിൽ അരച്ചിട്ടാണ് നമ്മൾ ബീഫ് ഉണ്ടാക്കുക.